നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഒരു ആക്രമണത്തിലൂടെയും അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് ലക്ഷ്യമെങ്കിൽ അത് നടക്കില്ല. ഇത് BJPയുടെ തീപ്പൊരി നേതാവാണ്. തീയിൽ കുരുത്തതൊന്നും വെയിലത്ത് വാടില്ല എന്നത് ഓർക്കുക. ഓലപ്പാമ്പ് കാട്ടി BJP അങ്ങ് തീർക്കാമെന്നോ ഒതുക്കാമെന്നോ നോക്കണ്ട. കാര്യം ഇത് തീയാണ്, തൊട്ടാൽ പൊള്ളുമെന്ന കാര്യം ഓർക്കുക. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഒരു സംഘം ആളുകൾ. ശോഭയുടെ വീടിൻ്റെ സമീപം കഴിഞ്ഞ ദിവസം രാത്രിയോടെ സ്ഫോടക വസ്തു എറിയുകയും ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ബൈക്കിലെത്തിയ 4 അംഗ സംഘമാണ് ശോഭയുടെ തൃശൂർ അയ്യന്തോൾ പുതുർക്കരയിലെ വാടക വീടിന് നേരെ എതിർദിശയിലുള്ള ബോംബെറിഞ്ഞത്. ശോഭയുടെ വീടെന്ന് തെറ്റിദ്ധരിച്ച് എറിഞ്ഞതാകാം എന്ന് സംശയിക്കുന്നു. ഈ സമയത്ത് തൊട്ടടുത്ത് പുതുർക്കര ജംഗ്ഷനിലും കാറിൽ അപരിചിതരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. പോലീസ് പ്രദേശത്ത് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു വരികയാണ്. വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് പരിസരവാസികൾ ബോംബെറിഞ്ഞതായെന്ന് വ്യക്തമായത്. ആക്രമണമുണ്ടായപ്പോൾ ശോഭാ സുരേന്ദ്രൻ എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന് കുറച്ച് സമയം ആയി. സ്ഫോടന ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിയെത്തപ്പോഴേക്കും ശോഭാ സുരേന്ദ്രൻ വീടിന് പുറത്തേക്കെത്തി. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകൽ സമയത്ത് ചില വാഹനങ്ങൾ സംശയാസ്പദമായി ഈ വീടിന്റെ പരിസരത്ത് കറങ്ങിയിരുന്നതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. ആക്രമണത്തിന് പിന്നിലെ കാരണമെന്തെന്നും ആക്രമണത്തിനായി ഈ ദിവസം തെരഞ്ഞെടുപ്പിന് പിന്നിൽ എന്താണ് എന്നും അവർ ചോദിക്കുന്നു. ആക്രമികൾ തന്നെ ലക്ഷ്യം വെക്കുക എന്നാൽ തൻ്റെ പാർട്ടിയെ ലക്ഷ്യം വെക്കുക എന്നോ തന്നെയാണ് അർത്ഥം. ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നും അത് അവരുടെ നടക്കാത്ത സ്വപ്നമാണെന്നും ശോഭ മറുപടി നൽകി. സംഘടനാ പ്രവർത്തനം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല, വർഷങ്ങളായുള്ളതാണ്. ജയകൃഷ്ണൻ മാഷ് നഷ്ടപ്പെട്ട സമയത്ത് പാനൂരിലും മൊകേരിയിലും BJPയുടെ ആളുകൾ പുറം ജില്ലയിൽ നിന്നും കടക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ആ സമയത്തും അവിടെ എത്തി യോഗം നടത്തി തിരിച്ചു വന്നതാണ് തങ്ങൾ. ഇത്തരത്തിലുള്ള ഒരു ഓലപ്പാമ്പും തങ്ങൾക്ക് ഏക്കില്ലെന്നും ശോഭ പറയുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.